എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആദ്യം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് എ റാപ്പിഡ്ലി ഇവോൾവിംഗ് ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ദാറ്റ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് സിസ്റ്റംസ് capable of imitating human intelligence. നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസിന്റെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചാണെന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യബുദ്ധിയെ അനുകരിക്കാനും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലും ആണെന്ത് AI ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ആലോചിക്കുക, പഠിച്ച എക്സ്പീരിയൻസിൽ നിന്ന് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, ലാംഗ്വേജ് മനസ്സിലാക്കുക, മെത്തേഡുകൾ തിരിച്ചറിയുക, ഡിസിഷൻസ് എടുക്കുക തുടങ്ങിയ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മെഷീൻസിനും ചെയ്യാൻ കഴിയുന്ന വിധത്തിലാക്കുകയാണ് എന്ത് AI പ്രധാന ലക്ഷ്യം. ഇപ്പോൾ നമ്മുടെ ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ ധനകാര്യ മേഖലയിലൊക്കെ, കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ അസിസ്റ്റന്റുകൾ പോലെയുള്ള ഉപകരണങ്ങളിലൊക്കെ ഈ ടെക്നോളജി ഇപ്പം മെല്ലെ മെല്ലെ എൻ്റർ ചെയ്ത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. From daily use tools like digital assistants to complex systems in healthcare and finance, AI is becoming increasingly embedded in our lives, reshaping how we interact with technology. അപ്പം നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യപ്രദമായ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം ജീവിതത്തിന്റെ വിവിധ മേഖലയിലും AI അതിന്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പം മെഡിക്കൽ ഫീൽഡിൽ രോഗനിർണയത്തിനും അതുപോലെ തന്നെ ചികിത്സകൾക്കൊക്കെ ഉള്ള സഹായം നൽകുന്നതും, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ് പോലെയുള്ള ധനകാര്യ രംഗങ്ങളിൽ ഡാറ്റ അനലിറ്റിക്സും റിസ്ക് മാനേജും മെച്ചപ്പെടുത്തുന്നതൊക്കെയാണെന്ത് ഇതിന്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഈ ടെക്നിക്കൽ ഡെവലപ്മെന്റ്സ് ഒക്കെ നമ്മളും ടെക്നോളജിയും തമ്മിലുള്ള ഇൻട്രാക്ഷന്റെ രീതി തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അതായത് പണ്ട് മനുഷ്യന്റെ ഇൻസ്ട്രക്ഷൻസിനായിട്ട് മെഷീൻസ് കാത്തിരിക്കുകയാണെങ്കിൽ ഇന്ന് മെഷീൻസ് തന്നെ മുൻകൈ എടുത്തുകയാണ് നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻവോൾവ്സ് designing computer systems that can perform functions typically requiring human intelligence. സാധാരണ ഒരു മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതാണെന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്ന ചില ഡിഫിക്കൽട്ട് ടാസ്കുകൾ, ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? റീസണിങ്, ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്, അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്, ഐഡന്റിഫൈ പാറ്റേൺസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. സോ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? റീസണിങ് അല്ലേ. അതായത് ചില ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ ശരി ഏതെന്ന് തിരിച്ചറിയാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവാണെന്ത് റീസണിങ്. നെക്സ്റ്റ് ഏതാണ്? ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്. അതായത് മുൻപ് കണ്ട കാര്യങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ അറിവ് രൂപപ്പെടുത്തുന്നതാണെന്ത് ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്. ദെൻ തേർഡ് ഏതാണ്? അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്. മനുഷ്യഭാഷ മനസ്സിലാക്കാനും അതിൽ റെസ്പോൺസ് ചെയ്യാനുമുള്ള കഴിവാണെന്ത് അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്. അതിന് എക്സാമ്പിൾസ് ആണെന്ത് ചാറ്റ് ബോട്ടുകളൊക്കെ. ദെൻ നെക്സ്റ്റ് ഏതാണ്? ഐഡന്റിഫൈങ് പാറ്റേൺസ് അല്ലേ. ഡാറ്റയിൽ നിന്നുള്ള പൊതുരൂപരേഖകളും ട്രെൻഡുകളും തിരിച്ചറിയാനുള്ള കഴിവാണെന്ത് ഐഡന്റിഫൈങ് പാറ്റേൺസ്. ദെൻ ലാസ്റ്റ് ആണെന്ത് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അവൈലബിൾ ആയ വിവരങ്ങൾ വിലയിരുത്തി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതാണെന്ത് ഡിസിഷൻ മേക്കിംഗ്. ഈ കഴിവുകൾ എല്ലാം കൂടി ചേരുമ്പോഴാണെന്ത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റലിജന്റ് ആയിട്ട് മാറുന്നത്. നമുക്ക് വിവിധ പേഴ്സ്പെക്റ്റീവ്സിലുള്ള AI ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കോഗ്നിറ്റീവ് വ്യൂ പോയിന്റ് അല്ലേ. AI ഈസ് കൺസേൺഡ് വിത്ത് എമുലേറ്റിംഗ് ഹ്യൂമൻ തോട്ട് പ്രോസസ്. ഈ വ്യൂ പോയിന്റിൽ AI പ്രധാന ലക്ഷ്യം മനുഷ്യരുടെ ചിന്താ പ്രക്രിയകളെ അനുകരിക്കലാണ്. അതായത് മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, വിശകലനം ചെയ്യുന്നു, ഓർമ്മകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു തുടങ്ങിയ മെന്റൽ ആക്ടിവിറ്റീസ് കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കുന്നതാണെന്ത് ഇതിന്റെ ലക്ഷ്യം. ദെൻ ബിഹേവിയറൽ വ്യൂ പോയിന്റ്. AI systems are those that demonstrate intelligent behavior. ഈ വ്യൂ പോയിന്റിൽ AI ബുദ്ധിമുട്ടുള്ള ബിഹേവിയേഴ്സ്
പ്രകടിപ്പിക്കുന്ന സിസ്റ്റംസ് ആയാണ് എന്ത് കാണുന്നത്. അതായത് ഒരുപാട് ഇന്റേണൽ ആക്ടിവിറ്റിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, മറിച്ച് ഒരു സിസ്റ്റത്തിന്റെ എക്സ്റ്റേണൽ ബിഹേവിയർ ഇന്റലിജന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് AI എന്ന് ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ചാറ്റ് ബോട്ട് ഒരു വ്യക്തിയെ പോലെയൊക്കെ പ്രതികരിക്കുന്നത്. ദെൻ തേർഡ് വൺ ആണത് ഫങ്ഷണൽ വ്യൂ പോയിന്റ്. AI ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് ടൂൾസ് ദാറ്റ് പെർഫോം ടാസ്ക് സിമിലർ ടു ഹ്യൂമൻ എബിലിറ്റീസ്. ഈ വ്യൂ പോയിന്റിൽ AI ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള ജോലികൾ ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ വികസിപ്പിക്കലാണ്. ഫോർ എക്സാമ്പിൾ, ഡാറ്റ അനലൈസ് ചെയ്യുക, ശബ്ദം തിരിച്ചറിയുക, ഇമേജ് തിരിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെഷീൻസിനും സാധ്യമാക്കുകയാണത് AI കൊണ്ടുള്ള ലക്ഷ്യം. നമുക്ക് AIയുടെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നോക്കാം. AI ഈസ് എ ഫീൽഡ് വിത്തിൻ കമ്പ്യൂട്ടർ സയൻസ് focused on creating machines that can carry out activities considered intelligent if performed by humans. AI എന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഉപശാഖയാണ്. മനുഷ്യർ ചെയ്യുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന മെഷീൻസ് ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നതിലാണെന്ത് ഇത് മെയിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മനുഷ്യർ ചെയ്യുമ്പോൾ ബുദ്ധി, അതായത് ഇന്റലിജന്റ് ആയ പ്രവർത്തനങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന കാര്യങ്ങൾ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്, റീസണിങ്, അതായത് നമ്മുടെ ചിന്താശേഷി, ചിത്രങ്ങൾ, ശബ്ദങ്ങൾ, മോഡലുകൾ ഇവയൊക്കെ തിരിച്ചറിയൽ തുടങ്ങിയവയാണെന്ത് ഇതിന് ഉദാഹരണങ്ങൾ. അപ്പോൾ ഇതുപോലെ മനുഷ്യബുദ്ധിയെ അനുകരിക്കാൻ കഴിയുന്ന സംവിധാനം രൂപപ്പെടുത്തുക എന്നതാണെന്ത് AIയുടെ പ്രധാന ലക്ഷ്യം.